നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷാൻ വധക്കേസ് പ്രതികളുടെ ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഇന്ത്യയിൽ ആദ്യ അതിവേഗ റെയിൽ പദ്ധതി ആവിഷ്കരിച്ചത് കേരളം. 3 തവണയാണ് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചതെന്ന് മന്ത്രി. ബിനീഷ് കൊടിയേരിക്ക് ആശ്വാസം. ജാമ്യത്തിനെതിരെ ഇഡി നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസാക്കി കേരള നിയമസഭ. പ്രതിപക്ഷം വിട്ടുനിന്നു. വാർത്തകൾ വിശദമായി. SDPI നേതാവ് KS ഷാൻ വധക്കേസിൽ കുറ്റപത്രം മടക്കണമെന്ന് പ്രതികളുടെ ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ വാദം കേട്ടു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ PP ഹാരിസ് ആണ് ഹാജരായത്. തിങ്കളാഴ്ച പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കും. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. പ്രതികൾക്കെതിരായുള്ള കുറ്റപത്രം പിൻവലിക്കണമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. ഇതിന് അവർ ഉന്നയിക്കുന്ന കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് DYSP ആണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനാണ് അന്വേഷണ തലവനായി അന്ന് നിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കുറ്റപത്രം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മുൻപുണ്ടായിരുന്ന സമാനമായ കേസുകളുടെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ അതിനെ എതിർത്തു. 5-ാം തീയതി പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുന്നതിന് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. സിൽവർ ലൈൻ പദ്ധതിയിൽ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നു പിന്നീട് താൽപര്യം ഉണ്ടായില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രസ്താവന തള്ളി മന്ത്രി V അബ്ദുറഹ്മാൻ. ഇന്ത്യയിൽ തന്നെ ആദ്യ അതിവേഗ റെയിൽ പദ്ധതി ആവിഷ്കരിച്ചത് കേരളമാണ്. പദ്ധതിയിൽ സർക്കാർ താൽപര്യം കാണിച്ചില്ലെന്ന് റെയിൽവേ മന്ത്രിയുടെ പരാമർശം പച്ചക്കള്ളമാണെന്നും മന്ത്രി പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുമായി 3 തവണ സംസാരിച്ചു. കേരളത്തോട് അവഗണനയാണ് ഉണ്ടായത്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് എക്കാലവും നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചവരാണ് ഇപ്പോൾ ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി നടത്തിയത് തികച്ചും വസ്തുതാവിരുദ്ധവും അവഗണന മറച്ചുവെക്കാനുള്ള തന്ത്രമാണെന്നും മന്ത്രി പറഞ്ഞു. 2020 ജൂണിൽ DPR സമർപ്പിച്ചിട്ടും റെയിൽവേ മന്ത്രാലയം തത്വത്തിൽ അംഗീകാരം നൽകിയ സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് ഇതുവരെ അന്തിമാനുമതി ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ശബരിപാതയിൽ 5 വർഷമായി പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ശബരിമല പാത യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണ് തടസ്സം നിൽക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കണം. 1977 അനുവദിച്ചതാണ് ശബരി റെയിൽ പദ്ധതി. ബംഗളൂരു ലഹരി ഇടപാടിലെ കള്ളപ്പണക്കേസിൽ ബിനീഷ് കൊടിയേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ED നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ബംഗളൂരിലെ ED ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ BR ഗാവൈ, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത്. 2021 ഒക്ടോബറിലാണ് ബിനീഷ് കൊടിയേരിക്ക് കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ ഇവർ സമീപിച്ചത്. 4 വർഷമായി ബിനീഷ് ജാമ്യത്തിലാണെന്നും അതിനാൽ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അഭിഭാഷകൻ ജിഷ്ണു ML ബിനീഷിനായി ഹാജരായി. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കൊടിയേരിക്കെതിരായ വിചാരണ കോടതിയുടെ നടപടികൾ കർണാടക ഹൈക്കോടതി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റേ ചെയ്തിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷിനെതിരായ EDയുടെ കേസ് നിലനിൽക്കില്ലാതടക്കമുള്ള നിരീക്ഷണവും അന്ന് കർണാടക ഹൈക്കോടതി നടത്തിയിരുന്നു. കള്ളപ്പണ കേസിൽ പ്രതിയല്ലാത്തതിനാൽ പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ബിനീഷിനെതിരെ നിലനിൽക്കില്ല എന്നാണ് അന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചത്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ നിയമസഭാ പ്രമേയം പാസാക്കി. ധനമന്ത്രി KN ബാലഗോപാലാണ് ചട്ടം 118 അനുസരിച്ച് പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. രാജ്യത്ത് ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനമെന്നാണ് പ്രമേയത്തിലെ കുറ്റപ്പെടുത്തൽ. കേന്ദ്രത്തിന്റെ കീഴ്ഘടകങ്ങളായി സംസ്ഥാനങ്ങളെ കാണുന്നത് അവസാനിപ്പിക്കണം. കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുന്നതും അവസാനിപ്പിക്കണം. കേന്ദ്രത്തിനെതിരായ പ്രമേയത്തിന് കാത്തുനിൽക്കാതെ സഭയിൽ നിന്നിറങ്ങിപ്പോയ പ്രതിപക്ഷത്തെയും മന്ത്രി വിമർശിച്ചു. കേരളത്തിന്റെ പൊതു ആവശ്യത്തിന് പ്രതിപക്ഷം കൂട്ടുനിന്നില്ല എന്നാണ് വിമർശനം. ഭേദഗതികളില്ലാതെയാണ് പ്രമേയം പാസാക്കിയത്. മകൾക്കെതിരായ SFIO അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ വിട്ടത്. കോടതി പരിഗണനയിലുള്ള കാരണം പറഞ്ഞാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണം തന്നെ സ്പീക്കർ തടഞ്ഞത്. വീണ വിജയനെതിരെ SFIO അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടായിരുന്നു നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ നീക്കം. തുടക്കം മുതൽ നോട്ടീസിനെ തടയിട്ട് കർശന നിലപാടെടുത്ത് സ്പീക്കർ തടയിട്ടതോടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്.